പലപ്പോഴും ഈ ലൈഫ് ഇൻഷുറൻസിൽ ഒത്തിരി സെയിൽസ് പ്രഷർ നടക്കാറുണ്ട്. ചിലപ്പോൾ നമ്മൾ ഹോം ലോൺ എടുക്കുന്ന ടൈമിൽ പലപ്പോഴും പറയും ഒരു പോളിസിയും കൂടി ഇടണം. അപ്പോൾ ചില ടൈമിൽ നമുക്ക് ലോൺ കിട്ടുമ്പോൾ നമ്മുടെ വിചാരം എന്ന് വെച്ചാൽ നമുക്കെന്തോ വലിയ ഫേവർ ആരോ തന്നു. ശരിക്കും പറഞ്ഞാൽ അവരൊരു ലോൺ പ്രോഡക്റ്റ് വിൽക്കുകയാണ് ചെയ്തത്. അതെ, ലോൺ പ്രോഡക്റ്റ് വിൽക്കുക മാത്രമല്ല അവരുടെ ലോണിനെ അവർ സേഫ് ആക്കുകയും ചെയ്തു. കാരണം എന്തെങ്കിലും ഈ ആൾക്ക് സംഭവിക്കുകയാണെങ്കിൽ ഈ ഇൻഷുറൻസ് പോളിസിയിൽ നിന്ന് എനിക്ക് എൻ്റെ ലോൺ അടച്ചു തീർക്കാനുള്ള ഒരു പൈസ അവർക്ക് കിട്ടുന്നുള്ളതും അവർ മനസ്സിലാക്കുകയാണ്. ഓഫ് കോഴ്സ് ഹോം ലോണൊക്കെ ആകുമ്പോൾ ആ ഹോം ഒരു അസറ്റാണ്. ബട്ട് യെസ്, അവരവരുടെ ഒരു ലോൺ പ്രോഡക്റ്റ് വിൽക്കുകയാണ് അല്ലെങ്കിൽ ഒരു ഇൻഷുറൻസ് പോളിസി വിൽക്കുകയാണ് ആ സമയത്ത് ചെയ്തത്. അത് നമുക്ക് ഒരിക്കലും സഫീഷ്യൻ്റ് ആയിട്ടുള്ളൊരു ഇൻഷുറൻസ് പോളിസിയും ആയിരിക്കില്ല. അതിൻ്റെ റിട്ടേൺ ഒന്നും ഒരു തരത്തിലും നമുക്ക് സ്വീകാര്യമാവാൻ സാധ്യതയില്ല. ഇതിൽ ചില ടൈമിൽ പറ്റിപ്പോണെന്ന് വെച്ചാൽ അവർ ടൈം ആയിരിക്കുമല്ലോ വിൽക്കുന്നത്. അതല്ലേ ഞാൻ പറഞ്ഞു. അതിൽ ചിലപ്പോൾ പ്രീമിയം കൂടുതലായിരിക്കും, കവറേജ് കുറവായിരിക്കും. അതിൽ റിട്ടേൺ പറഞ്ഞിട്ടുണ്ടാവും, പക്ഷേ റിട്ടേൺ അൺനെസസറി ആയിരിക്കും. അതെ, കറക്റ്റ്. അപ്പോൾ ഇതൊക്കെ ശരിക്കും ഒരു പ്ലാനിങ്ങിൽ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ടേം എടുത്തിട്ട് നമ്മൾ ആ പൈസ SIP-യിലൊക്കെ ഇടുകയാണ് ശരിക്കും പറഞ്ഞാൽ ചെയ്യേണ്ടത്. അതൊക്കെയാണ് ഒരു പ്രോപ്പർ പ്ലാനിങ് എന്ന് പറയുന്നത്. അതൊക്കെ മനസ്സിലാക്കാനുള്ള സാധാരണ ഒരാൾക്ക് അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് പ്ലാനിങ്ങിന് പോകണം, പ്ലാനറെ കൺസൾട്ട് ചെയ്യണം എന്ന് പറയുന്നത്. കാരണം ഇത് പ്രൊഫഷനായിട്ട് എടുക്കുന്നവർക്ക് അത് അറിയാം. അതെ, ഈവൻ പലപ്പോഴും നമ്മുടെ ഒരു ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ നമ്മൾ ആ ലോൺ എടുക്കാൻ പോകുന്ന ടൈമിൽ നമുക്ക് എങ്ങനെ ആ വീട് കിട്ടിയാൽ മതി എന്നുള്ള ഫോക്കസിലിരിക്കണത്. അതെ, അപ്പോൾ എന്ത് പറയുന്നു അതൊക്കെ കേൾക്കുകയാണ്. അപ്പോൾ ഈവൻ ചില ഹോം ലോണിനൊപ്പം വേറൊരു ഡേഞ്ചറുണ്ട്. അവർ പറയും ഇൻഷുറൻസ് അടയ്ക്കാൻ പൈസ ഇല്ലെങ്കിൽ ആ ഇൻഷുറൻസിൻ്റെ പ്രീമിയം ലോണിൽ കൂടെ ആഡ് ചെയ്ത് തരാമെന്ന്. അപ്പോൾ ഒന്നാലോചിച്ച് നോക്കും, ഒരു 3 ലക്ഷത്തിൻ്റെ പ്രീമിയം ലോണിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് 20 വർഷത്തേക്ക് ഇൻട്രസ്റ്റ് കൊടുക്കണമെങ്കിൽ എത്ര രൂപ അടച്ചു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഇൻട്രസ്റ്റും ഇതും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന റിട്ടേൺ മൈനസ് ആയിരിക്കും ചിലപ്പോൾ, ഓൾമോസ്റ്റ്. അപ്പോൾ ഇതൊന്നും കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാതെ പലപ്പോഴും നമുക്ക് പറ്റുന്നതാണ്. അതെ, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ എന്താണ് ഇത് എന്നുള്ളത് ആ ഒരു ഡയറ്റീഷ്യൻ്റെ അടുത്ത് പോകുമ്പോൾ എങ്ങനെയാണ് വെയിറ്റ് ലോസ് വർക്ക് ചെയ്യാന്ന് പറയുന്ന പോലെ ആണിതും. എന്തിനാണ് ഇൻഷുറൻസ് എടുക്കുന്നത്, നമുക്ക് എത്ര ഇൻഷുറൻസ് വേണം, എന്തൊക്കെയാണ് ഇതിൻ്റെ ഒരു പല പ്രോഡക്ട്സ് ഉള്ളതെന്ന് മനസ്സിലാക്കാതെ ചെയ്യുന്നത് കൊണ്ടാണ് ഈ പറ്റുന്നത്.